2025 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുന്ന ലക്ഷ്യത്തോടെ കെ.പി.സി.സി ആവിഷ്കരിച്ച മിഷൻ 2025ന്റെ ഭാഗമായി കോൺഗ്രസ് കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ക്യാമ്പ് എക്സിക്യൂട്ടീവ് 14-ന് കാൽവരിമൗണ്ട് മേഘമല റിസോർട്ടിൽ നടക്കും. കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് ആഴിക്കൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന ക്യാമ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ 10 മണ്ഡലങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 200ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ക്യാമ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നതിനൊപ്പം ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണവും ചർച്ചയാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം ആവർത്തിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്കും UDF-നും മികച്ച വിജയം നേടുന്നതിനുമുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനാണ് മിഷൻ 2025 രൂപം നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ മിഷൻ 2025 എന്ന നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ നിയോജകമണ്ഡലം ക്യാമ്പ്, അത് ഇടുക്കി നിയോജകമണ്ഡലത്തിന്റെ ക്യാമ്പ് കട്ടപ്പന, അതേപോലെ തന്നെ ഇടുക്കി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 14-ാം തീയതി രാവിലെ 10 മണിക്ക് കാൽവരി മൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എന്ന നിലയിൽ വളരെ നേരത്തെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പിലേക്ക് പാർട്ടി കടക്കുകയാണ്. ജില്ലയിലെ നിരവധിയായ വിഷയങ്ങൾ ഈ ക്യാമ്പിൽ ചർച്ച ചെയ്യപ്പെടും. കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ജില്ലയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ, ഇതെല്ലാം കൃത്യമായ ചർച്ചകൾ ഉണ്ടായി ഒരു ദിവസം പൂർണ്ണമായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പ് ഭാവി പരിപാടികൾ വരുന്ന ഒരു വർഷത്തേക്കുള്ള എല്ലാ ടൈം ടേബിളും പൂർത്തീകരിച്ചുകൊണ്ട് വലിയ മുന്നൊരുക്കം എന്ന നിലയിലാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ, ഇടുക്കി നിയോജകമണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്ത് വാർഡുകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ട് ശക്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകളും അതേപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. കെ.പി.സി.സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ ജോസഫ് ആഴിക്കൻ XMLA ഉദ്ഘാടനം ചെയ്യും. അതേപോലെ തന്നെ മറ്റ് വിവിധ നേതാക്കൾ, ഇവിടെ നേതാക്കന്മാർ ബ്ലോക്ക് പ്രസിഡന്റ് സൂചിപ്പിക്കും, മറ്റ് നേതാക്കന്മാരെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഒരു സമ്പൂർണമായ നിരാശയാണ് ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ജില്ലയിലെ ഒരുവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. കാർഷിക മേഖലയിൽ എണ്ണിയാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യുന്ന കാര്യം ഉൾപ്പെടെ, അതേപോലെ തന്നെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകൾ കൃഷിക്കാർക്ക് എതിരായി നിൽക്കുന്നതുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതിനൊന്നും ഒരു പരിഹാരം കാണുക എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് കഴിയുന്നില്ല. ജില്ലയിൽ നിന്നൊരു മന്ത്രിയുണ്ട്, മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായങ്ങളുമില്ല. ജില്ലയിലെ MLA-മാര്, MM മണിയെ പോലെയുള്ള മുൻ മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ MLA-മാരുണ്ട്. അവർക്കും ഈ വിഷയങ്ങളൊക്കെ സമീകൃതമായി പരിഹരിക്കുക എന്നുള്ള കാര്യമില്ല. അവരും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സമരം ചെയ്യുക എന്നുള്ള രീതിയാണ്. കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത വിചിത്രമായിട്ടുള്ള നിലപാടാണ് ഇടുക്കിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതേപോലെ തന്നെ CPM-ഉം സ്വീകരിക്കുന്നത്. എത്ര നാണം കെട്ട ഒരു നിലപാടാണ് സത്യത്തിൽ ഇത്. ഒരു ഗവൺമെന്റിന്റെ ഭരണ പരാജയങ്ങൾ ഉണ്ടായാൽ അതിനകത്ത് ആ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന കക്ഷിയും അതേപോലെ തന്നെ കക്ഷികളും അതിനകത്ത് ഉത്തരവാദികളായി മാറും, സ്വാഭാവികമാണ്. അതിന് പകരമായി ചട്ടം ഭേദഗതിയുടെ പ്രശ്നത്തിൽ എത്രയോ കാലങ്ങളായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ചട്ടം ഭേദഗതി നിയമസഭയിൽ വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ കൃഷിക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പരാധീനതകൾ മാറിക്കിട്ടിയിട്ടുണ്ടോ? അതേപോലെ തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട നൂറായിരം കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ കാട്ടാന അക്രമം, അതേപോലെ തന്നെ വന്യജീവികളുടെ കടുവ പ്രത്യക്ഷപ്പെടുന്നു, പുലി പ്രത്യക്ഷപ്പെടുന്നു. ജില്ലയിൽ അതിസങ്കീർണമായിട്ടുള്ള മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ് നിലനിൽക്കുന്നത് പല പ്രദേശങ്ങളിലും. പക്ഷേ അതിനൊന്നും ഒരു സമീകൃതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഗവൺമെന്റ് നേതൃത്വം നൽകുമ്പോൾ വനം വകുപ്പിനെതിരെ CPM രംഗത്ത് വരുന്നു, അതേപോലെ തന്നെ CPI വനം വകുപ്പിനെതിരെ വരുന്നു, റവന്യൂ വകുപ്പിനെതിരെ CPM രംഗത്ത് വരുന്നു.
അതേപോലെ തന്നെ തിരിച്ച് വൈദ്യുതി വകുപ്പിനെതിരെ CPM-ഉം ഘടകകക്ഷികളും ഒക്കെ രംഗത്ത്. ഇത് ജനകീയ വിഷയങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ മുന്നണിയുടെയും നേതാക്കന്മാർ ഇടുക്കി ജില്ലയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ജനകീയങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ക്യാമ്പിനകത്ത് ചർച്ച ചെയ്യും. അതേപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ തെറ്റായ നയങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു കാണിക്കും. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള ക്യാമ്പ് എക്സിക്യൂട്ടീവിന് ശേഷമാണ് നിയോജക മണ്ഡലം തലത്തിൽ ഇപ്പോൾ ക്യാമ്പുകൾ നടന്നു വരുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S അശോകൻ, ജോസി സെബാസ്റ്റ്യൻ, DCC പ്രസിഡന്റ് CP മാത്യു, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറിമാരായ തോമസ് രാജൻ, അഡ്വക്കേറ്റ് MN ഗോപി, മുൻ DCC പ്രസിഡന്റുമാരായ റോയി K പൗലോസ്, ജോയി തോമസ്, KPCC എക്സിക്യൂട്ടീവ് അംഗം AP ഉസ്മാൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ MK പുരുഷോത്തമൻ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ്, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. വിവാഹ മരണാനന്തര ചടങ്ങുകൾ, ആരാധനാലയ ആഘോഷ പരിപാടികൾ, ക്ഷേത്രാചാര ചടങ്ങുകൾ, സ്കൂൾ കോളേജ് പ്രോഗ്രാമുകൾ, കക്ഷി രാഷ്ട്രീയ ജാതിമത സമ്മേളനങ്ങൾ, ഇവന്റുകൾ തുടങ്ങി എല്ലാ പ്രോഗ്രാമുകളും സോഷ്യൽ മീഡിയ വഴി ലോകമെമ്പാടും എത്തിക്കുന്നു. മിതമായ നിരക്കിൽ വിവിധ പാക്കേജുകൾ. റെജി ലൈവ് ഇവന്റ്സ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.